എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്യണം. പുതിയ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ഷർട്ട് വെച്ച് ചെയ്തെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. എൻ്റെ കൂടെ ഒരു കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലൊരു മിഷനും ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, നമ്മുടെ തുണികളൊന്നും അഴുക്കാകാത്ത രീതിയിൽ നമുക്കൊരു ബാഗ് പോലെ ആക്കി നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗും ചെറിയ പേഴ്സും നമ്മുടെ ഈ പൗച്ചും എല്ലാം ഈ ഒരു ഷർട്ടിൽ നിന്നാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തുണി വയ്ക്കുന്ന ഒരു ബാഗ് പോലുള്ളത് നമുക്കൊന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷർട്ട് ഇതുപോലെ നേരെ ഇട്ട് എന്നിട്ട് ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ നമുക്ക് ഒരു സ്ക്വയർ പീസ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് മാക്സിമം എത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാമോ അത് ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പഴയ ഷർട്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ പഴയ ഷർട്ട് വെച്ചിട്ട് ബാഗ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ തലേണ കവർ തയ്ച്ചിട്ടുണ്ട്, പിന്നെ ഫ്രോക്ക്, പിള്ളേർക്കുള്ള ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണേ. അപ്പോൾ നമ്മുടെ പഴയ ഷർട്ടുകളുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഷർട്ട് നമ്മളൊരു സ്ക്വയർ പീസ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസും കൊണ്ട് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കാൻ പോകുന്ന ചെറിയൊരു സ്റ്റോറേജ് ബാഗ് പോലെ ചെയ്തെടുക്കാനാണ്. നമ്മുടെ ഡ്രസ്സുകളൊക്കെ അഴുക്കാകാതെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കും, പൊടിയൊന്നും കയറത്തില്ല കേട്ടോ. നമ്മുടെ ഈ സ്റ്റോറേജ് ബാഗിന് വേണ്ടിയിട്ട് ചെറിയൊരു വള്ളിക്കുള്ള തുണിയും കൂടെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വള്ളി വേണ്ടവർക്ക് വള്ളി തയ്ക്കാം, ഞാനപ്പോൾ ചെറിയൊരു വള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് വശത്തെ ബട്ടൺസ് വരുന്ന താഴെ വശത്തു നിന്നും പിന്നെ ഷർട്ടിൻ്റെ മേൽ വശത്തെ ബട്ടൺസ് വരുന്ന ഭാഗം കുറച്ച് ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇത് ബട്ടൺസ് വരുന്ന മേളിലത്തെ ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് താഴെ ഭാഗം കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ, ഫുള്ളായിട്ട് ആ ബട്ടൺസ് വരുന്ന ഭാഗം ഒന്നും ക്ലോസ് ചെയ്യല്ല. നമുക്ക് ബട്ടൺസ് വരുന്ന ഭാഗം നമുക്ക് ഓപ്പണായിട്ട് കിടക്കണം. അതിൻ്റെ ആ മേളിൽ നിന്നും താഴെ നിന്നും കുറച്ച് ഭാഗം മാത്രമാണ് അവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. ഇത് അത്രയും ഭാഗം തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടൺസ് വരുന്നതിൻ്റെ കറക്റ്റ് അപ്പുറമായിട്ട് ഇതാ നടുക്ക് ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. വള്ളി ഇങ്ങനെ വെച്ച് തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ അടുത്ത പീസ് എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വെക്കുക. മേളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 4 സൈഡും അങ്ങ് നമുക്ക് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷർട്ട് വെച്ച് പില്ലോ കവർ തയ്ക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, അറിയാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഷർട്ട് വെച്ച് പില്ലോ കവർ തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. ഈ ഷർട്ട് ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 4 സൈഡും തയ്ച്ചിട്ട് ഇതിൻ്റെ ബട്ടൺസ് വരുന്ന ഭാഗം ഓപ്പൺ ആണല്ലോ, അതിലൂടെ നമ്മുടെ പില്ലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പില്ലോ കവർ റെഡിയാകും കേട്ടോ. അറിയാൻ മേലാത്ത കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞതാണേ. അപ്പോൾ പില്ലോ കവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ സമയത്തൊക്കെ ഇതുപോലെ ബാഗ് സ്റ്റിച്ചിങ് വീഡിയോ അല്ലായിരുന്നു കേട്ടോ. ആദ്യം ചുരിദാർ, ബ്ലൗസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പഴയ ഷർട്ട് വെച്ചൊരു പില്ലോ കവർ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആ ഒരു വീഡിയോ എനിക്ക് ഫസ്റ്റായിട്ട് 100K വ്യൂവേഴ്സ് കയറിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഷർട്ട് എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും കേട്ടോ. ആദ്യമായിട്ട് അത്രയും പേരിലേക്ക് എൻ്റെ വീഡിയോ എത്തിയതിൻ്റെ സന്തോഷം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് കേട്ടോ ഇപ്പോഴും. അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ 4 സൈഡ് ഞാൻ തയ്ച്ച് കഴിഞ്ഞു. അതിനുശേഷം അത് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ 2 സൈഡ് നമുക്കൊന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ 2 പീസായിട്ട് മടക്കിയിട്ടിട്ട് 2 സൈഡും സ്ക്വയറായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ 4 സൈഡും സ്ക്വയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 2 ഇഞ്ച് വെച്ചാണ് ഇവിടെ അടയാളം ചെയ്യുന്നത്. 2 ഇഞ്ച് നീളം, 2 ഇഞ്ച് വീതി കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരിടത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് എടുത്ത് അടുത്ത സ്ഥലത്തും വെച്ചിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് ഇതിൻ്റെ 4 മൂലയും നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അങ്ങ് തയ്ക്കണം. അപ്പോൾ അത്രയൊന്നും ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ പഴയ ഷർട്ട് വെച്ച് ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്റ്റോറേജ് ബാഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇതുപോലെ മടക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പൊടിയും കയറില്ല, അഴുക്കും ആകത്തില്ല. പിന്നെ അലമാരിയിൽ തുണി വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ പഴയ വേണ്ടാത്ത ഷർട്ട് എടുത്ത്
സ്റ്റോറേജ് ബാഗ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമാരിക്കും സ്ഥലവും കിട്ടും, നമ്മുടെ തുണി നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. മടക്കി വെക്കുന്നത് അതേപോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഈ ഷർട്ട് ഇടയ്ക്കിടയ്ക്ക് ഊരി ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ വേറുള്ള ഡ്രസ്സുകൾ അഴുക്കാകത്തില്ല. അപ്പോൾ ഇതിന് പൈസ ചിലവും ഇല്ല, അലമാരി ഒതുക്കവും വരും, നമ്മുടെ ഡ്രസ്സുകൾ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കളയാനെടുത്ത ഈ ഷർട്ട് നമുക്ക് ഇങ്ങനെ ഉപകരിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ബാലൻസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഇതും കൊണ്ട് തീർന്നിട്ടില്ല. കണ്ടോ, ഒതുങ്ങിയില്ലേ നമ്മുടെ ഡ്രസ്സ് എത്ര അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നു നോക്കിക്കേ. ഞാൻ ഇതുപോലെ വള്ളി വെച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് തൂക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു വള്ളി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. വള്ളി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ട് 2 കൈ കൊണ്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറേജ് ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഷർട്ട് വെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ബാലൻസ് എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു കിടുക്കാച്ചി ഒരു പേഴ്സാണ് ശരിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞൊരു പേഴ്സ് കേട്ടോ. അതും ഈ കൈയുടെ ഈ ഭാഗത്ത് കാണുന്ന വീതിയുള്ള ബട്ടൺസ് വരുന്ന ആ ഭാഗം ഒന്ന് 2 കൈയുടെ ഒന്ന് അഴിച്ചെടുക്കണം. ഈ 2 പീസ് ഒന്ന് അഴിച്ചെടുക്കണം. അങ്ങനെ ആ 2 പീസ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടെ ഇതാ ഒരുപോലെ വെച്ചിട്ട് അത് തമ്മിൽ ഇതുപോലെ വെച്ചങ്ങ് ജോയിൻറ്റ് ചെയ്യുക. ഇതാ ഇങ്ങനെ വെച്ച് നേരെ അങ്ങ് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നേരെ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ബട്ടൺസ് വരും കേട്ടോ. അതങ്ങ് മാറ്റണം. ഊരി മാറ്റിയിട്ട് പിന്നെ നമുക്ക് 2 ബട്ടൺസ് അങ്ങ് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഊരി മാറ്റി, ബട്ടൺസ് എല്ലാം ഊരി മാറ്റിയതിന് ശേഷം ഇത് ഇങ്ങനെ മടക്കുകയാണ്. എന്നിട്ട് ഓപ്പൺ വരുന്ന ഭാഗം ക്ലോസ് ചെയ്യാനായിട്ട് കുറച്ച് വീതിയിൽ ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ഭാഗം കറക്റ്റായിട്ട് ചോക്ക് വെച്ച് 2 സൈഡും ഇതുപോലെ അടയാളം ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ 4 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ഷർട്ടിൻ്റെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുത്ത ഭാഗം മാത്രം ക്ലോസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഭാഗമല്ലേ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ചിങ് അഴിച്ചിട്ടില്ല. ഇതിങ്ങനെ നല്ല വശമാക്കി വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളി ചെറിയൊരു നമ്മുടെ പേഴ്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ നാണയവും പൈസയൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ കൈക്കുള്ളിൽ തന്നെ ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയതാണ്. പിന്നെ അതാ ആ 2 ബട്ടൺസ് എടുത്ത് ഇതുപോലെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. പിന്നെ ബട്ടൺസ് ഇടുന്ന ആ ഹോള് ഓൾറെഡി അതിൽ തന്നെ ഉണ്ട്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് നോക്കി ഇതാ 2 ബട്ടൺസ് ഇത് അപ്പുറവും ഇപ്പുറമായിട്ട് തയ്ച്ച് വെച്ചാൽ മാത്രം മതി. ഇതങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചില്ലറ പൈസയും പിന്നെ നോട്ടും ഒക്കെ ഇട്ടിട്ട് ഇതങ്ങനെ അങ്ങ് മടക്കി ആ ബട്ടൺസ് ആ ഒരു ഹോളിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കാൻ പറ്റിയ കുഞ്ഞൊരു പേഴ്സ് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അധികം സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാതെ ഞാനൊരു പേഴ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷർട്ട് വെച്ച് നമ്മൾ സ്റ്റോറേജ് ബാഗ് റെഡിയാക്കി, കുഞ്ഞ് പേഴ്സ് റെഡിയാക്കി. അപ്പോൾ പേഴ്സ് റെഡിയാക്കി എടുത്ത ആ കൈയുടെ ബാലൻസ് തുണിയും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 2 കൈയുടെ ബാലൻസ് തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഒട്ടും തന്നെ നമുക്ക് കളയാതെ എങ്ങനെ ഉപകരിക്കാം എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ 2 കൈയുടെ തുണി ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാക്സിമം വലിപ്പത്തിൽ തന്നെ നമുക്ക് ഇതൊരു സ്ക്വയർ പീസായിട്ട് 2 പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എത്രത്തോളം വലിപ്പം കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പൗച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഈ 2 പീസും കൂടെ ഒരുമിച്ച് വെച്ചൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടത്തിലൊരു പ്ലാസ്റ്റിക് കവറും കൂടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഇല്ലയെന്നുണ്ടെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ എടുത്തോളുക. എന്നിട്ട് ഈ 2 പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ 4 സൈഡും കൂടെ തയ്ക്കണം. പിന്നെ ഇടയ്ക്കൂടെ ലൈനിട്ട് 1-2 സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നല്ല ബലമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പഴയ വല്ല തുണി ഉണ്ടെങ്കിൽ ഇതിന് ലൈനിങ് ഇട്ട് കൊടുക്കാൻ ഏതെങ്കിലും തുണി ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. അങ്ങനെ ഒരു തുണി ഞാനും എടുത്തിട്ടുണ്ട്. ആ ഒരു അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. സ്ക്വയറായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ഒരു തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കുക. 2ആയിട്ട് മടക്കിയതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് 4ആയിട്ട് മടക്കുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ച് വെച്ചൊന്ന് നമുക്ക് അടയാളം ചെയ്യാൻ. 2 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതി അളവ് ചെയ്തിട്ട് സ്ക്വയറായിട്ട് അങ്ങ് വരച്ച് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങും ഈ സെയിം ആയിട്ട് തന്നെ 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഇതേപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചോക്ക് വെച്ച് കറക്റ്റായിട്ട് അളവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുക. ഇനി ഇവിടെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക.
ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ലൈനിങ് തുണി എടുത്തിട്ട് അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കുക. അതും നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് കറക്റ്റ് അളവ് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ആ തുണ്ടെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് എടുത്തിട്ട് ഈ ഒരു തുണിയുടെ മുകളിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഈ രണ്ട് സൈഡും മാത്രം അങ്ങ് തയ്ച്ച് നോക്കുക. ഇതാ ഞാൻ കൈ കൊണ്ട് കാണിക്കുന്ന ഈ രണ്ട് സൈഡും അങ്ങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ലൈനിങ് എടുത്തിട്ട് ലൈനിങ് ഒരു സൈഡിലേക്ക് ആക്കാം. പിന്നെ നമ്മുടെ ഷർട്ടിൻ്റെ തുണി ഒരു ഭാഗത്തേക്ക് ആക്കുക. ഇതുപോലെ ഒപ്പം ആക്കിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യൽ, കുറച്ച് ഭാഗം ക്ലോസ് ചെയ്ത് ഇങ്ങ് വന്നിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ചോക്ക് വെച്ച് അടയാളം ചെയ്ത ഭാഗം ക്ലോസ് ചെയ്യൽ, ബാക്കി ഭാഗം തയ്ക്കുക. പിന്നെ അടുത്ത വശം ഫുള്ളായിട്ട് ഇതാ ഇവിടം തൊട്ട് താഴെ വരെ തയ്ക്കുക. അപ്പോൾ അത്രയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ 4 മൂല ഇതാ ഇങ്ങനെ എടുത്തിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് ഞാനിവിടെ തയ്ക്കുന്ന കാണിക്കുന്നില്ല. ഇതാ ഇങ്ങനെ എടുത്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക വേണ്ടത്. ഇത് ക്ലോസ് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്തൂടെ നമ്മൾ ഇതാ നമ്മുടെ ഈ ഒരു പൗച്ച് നല്ല വശമാക്കി എടുക്കുക. ഇതാ ഇതുപോലെ കൈയിട്ട് നല്ല വശമാക്കി എടുക്കുക. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ ഭാഗത്തൂടെ കൈയിട്ടിട്ട് നല്ല പോണം ഇതൊരു ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഇതാ ഇങ്ങനെ പുറത്തെടുക്കണം കേട്ടോ. ഇതാ പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനി അത് കൈയിട്ട് നല്ലവണ്ണം ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ ഭാഗം കുറച്ച് ഓപ്പൺ ആണല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ലൈനിങ് ഉൾഭാഗത്തേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ റൗണ്ടായിട്ട് ആ ലൈനിങ്ങും ഈ ഒരു ഷർട്ടിൻ്റെ തുണിയും കൂടെ ഒരുപോലെ റൗണ്ടായിട്ട് ആ മേൽവശം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തോടെ റൗണ്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഇതുപോലെ നല്ല വശത്തേക്ക് ചെറിയ വീതിയിൽ ഇങ്ങനെയൊന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മടക്കി വെച്ചിട്ട് കൈ വെച്ച് നല്ല ഓണം അങ്ങ് തേച്ച് കൊടുക്കുന്ന പോലെ ആക്കിയാൽ മതി. അതങ്ങനെ തന്നെ ഇരുന്നോളും. ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ, വേറൊരു കളർ അതിൻ്റെ ഒരു ബോർഡർ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേനും നല്ലൊരു ഭംഗിയില്ലേ. ഇങ്ങനെ അങ്ങ് വെച്ചാൽ അതങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു പൗച്ചാണ്. കാണാനും നല്ല ഭംഗിയില്ലേ. ഇത് നമ്മുടെ റൂമിൽ നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മരുന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്രീമുകൾ, അങ്ങനെ എന്ത് സാധനങ്ങൾ വേണേലും വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പൗച്ചാണ് ശരിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഷർട്ട് കൊണ്ട് നമ്മൾ എന്തെല്ലാമാണ് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ട. ഈ ഫേഴ്സാണ് കാണാൻ എന്ത് ഭംഗി, അധികം തയ്യലൊന്നും ഇല്ലാതെ നമ്മുടെ ഷർട്ടിൻ്റെ കൈയുടെ ഭാഗത്തു നിന്നുള്ള തുണി എടുത്താണ് ആ ഫേഴ്സ് വെച്ചിരിക്കുന്നത്. കൈയുടെ ഭാഗം തുണി എടുത്ത് നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള പൗച്ചും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഷർട്ടിൻ്റെ മെയിൻ ഭാഗം എടുത്ത് നമ്മൾ സ്റ്റോറേജ് ബാഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷർട്ട് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ പഴയ ഷർട്ട് വെച്ച് കൂട്ടുകാരിങ്ങനെ ഒന്നും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.